കഴിഞ്ഞ രാത്രി ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ പാലങ്ങൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേന ആക്രമണം നടത്തി 5 പാലങ്ങൾ തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. ബന്ദർ അബ്ബാസിൽ നിന്ന് ഷിറാസിലേക്ക് ഉള്ള വളരെ പ്രധാനപ്പെട്ട പാലം തകർത്തിട്ടുണ്ട്. ഇതിന് മറുപടിയായി ഇന്ന് IRGC അതിശക്തമായ ആക്രമണം അമേരിക്കൻ ബേസുകൾക്ക് നേരെയും അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് സൗകര്യം നൽകുന്ന രാഷ്ട്രങ്ങൾക്ക് നേരെയും നടത്തിയെന്നാണ് IRGC പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഖത്തറിലുള്ള മിഡിൽ ഈസ്റ്റിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസായ ഉദയ്ദ് എയർബേസിലെ ലോങ് റേഞ്ച് റഡാർ ഇറാൻ തകർത്തിട്ടുണ്ട്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ലോങ് റേഞ്ച് റഡാറാണ്. മിസൈലുകളെയും മറ്റും കണ്ടെത്താൻ വളരെ പെട്ടെന്ന് തന്നെ ദൂരെ നിന്ന് കണ്ടെത്താനുള്ള അമേരിക്കയുടെ സംവിധാനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതോടുകൂടെ പിന്നീട് ഇറാന്റെ ഏത് മിസൈലുകൾക്കും ഈ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഉദയ്ദ് എയർപോർട്ടിലുള്ള അമേരിക്കയുടെ ഈ അന്തരീക്ഷത്തിൽ വെച്ച് എണ്ണ നിറക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ, ഇതിൽ പല വിമാനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് IRGC അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള യുദ്ധവിമാനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതിശക്തമായ ആക്രമണങ്ങളാണ് ഇറാൻ ഈ ഭാഗങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഇവിടെയാണ് ഉദയ്ദ് എയർപോർട്ട്. ഈ ഖത്തറിലെ മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ്. ഈ താവളത്തിന് നേരെ മുമ്പും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റഡാർ, മിഡിൽ ഈസ്റ്റിലെ വലിയൊരു ഭാഗവും നിരീക്ഷിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വലിയൊരു റഡാർ കഴിഞ്ഞ ആക്രമണത്തിൽ ഇറാൻ തകർത്തിരുന്നു. ഒരുപക്ഷെ അത് വീണ്ടും റീകണ്ടീഷൻ ചെയ്തിട്ടുണ്ടോ അമേരിക്ക എന്നറിയില്ല. ഇപ്പോൾ ലോങ് റേഞ്ച് റഡാർ തകർക്കപ്പെട്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ കൃത്യമായി രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംവിധാനം ഇറാന് കൃത്യമായി ലഭിക്കുന്നു എന്നതാണ് അമേരിക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം.